കുത്തിൽ MT വാസുദേവൻ നായർ അവതരിപ്പിച്ച ആ ഒരു കൃതി കാലങ്ങളോളം വിമലയ്ക്ക് വേണ്ടി വിമലയുടെ ഭർത്താവിനെ കാത്തിരിക്കുന്ന മലയാളക്കരയുണ്ട്. ചക്കിമരക്കാത്തി ചത്തു എന്ന് തൻ്റെ പ്രിയപ്പെട്ട കറുത്തമ്മയുടെ അരികിൽ പോയിട്ട് അമ്മ ചത്തു എന്ന് പറയുമ്പോൾ, അമ്മ പോയി എന്ന് പറയുമ്പോൾ കരഞ്ഞു കലങ്ങുന്ന പാവം ചക്കിമരക്കാത്തി ചത്തു എന്ന് പറയുമ്പോൾ കറുത്തമ്മയുടെ കരച്ചിലിനെ തലോടിയ പരീക്കുട്ടിയെ കേരളം മറക്കാറില്ല. വായനയാണത്. തൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് അപഗ്രഥനങ്ങൾ. വായനയുടെ ലോകം സാഹിത്യമുണ്ട്, കവിതയുണ്ട്, ഫിലോസഫിയുണ്ട്, ഹിസ്റ്ററിയുണ്ട്, ഇതേപോലെ തന്നെ സോഷ്യോളജിയുണ്ട്, സൈക്കോളജിയുണ്ട്, മാനവരാശിയുടെ മൊത്തത്തിൽ ചരിത്രങ്ങളുണ്ട്, ആൻഷ്യൻ്റുണ്ട്, മിഡീവലുണ്ട്, മോഡേൺ ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ വായനയുടെ വായിച്ച് ഈ ലോകം മുഴുവൻ കീഴടക്കാൻ പറ്റുന്ന നോളേജിൻ്റെ ത്രാണിത്തമുള്ളവരായി ഈ കുട്ടികൾ മാറണം. അതിനെ ലൈബ്രറി നിമിത്തമാകട്ടെ, പ്രിയപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ നാമധേയം അതിന് നിമിത്തമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വായിച്ച് നിങ്ങൾ വളരണം എന്ന് മാത്രം പറയുന്നു. വായന ഒരിക്കലും മരിക്കുന്നില്ല, വായന അവസാനിക്കുന്നില്ല. വായനയുടെ ലോകം താണ്ടിയിട്ട് നിങ്ങൾ എത്തണം. കാലങ്ങൾക്ക് ശേഷം നിങ്ങളും രണ്ടുപേരെ കുറിച്ചിടുന്ന, മനുഷ്യരെ ത്രസിപ്പിക്കുന്ന പ്രഭാഷകരായി മാറുന്ന ആളുകളായി നിങ്ങൾ മാറണം. അതിന് വായനയല്ലാതെ വേറെ ലോകമില്ല. ആ വായനയിലൂടെ നിങ്ങൾ കടന്നു പോകണം. വായനയിൽ നിന്ന് ഏറ്റെടുത്തതും ചിന്തയിൽ നിന്ന് കൊളുത്തിയെടുത്തതും സഞ്ചാര പദങ്ങളിലൂടെ കണ്ടെത്തിയതുമാണ് നാളെയുടെ നിങ്ങളുടെ ലോകം. അതുകൊണ്ട് ആ ഒരു സ്കില്ലിൻ്റെ ലോകത്തിലേക്ക് നിങ്ങൾ എത്തണം, പാഷനേറ്റായിട്ട് എത്തണം. ഭാവിയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളായതുകൊണ്ട് നിങ്ങൾ നല്ല ലീഡേഴ്സായിട്ട് മാറണം. ലീഡേഴ്സ് മീൻസ് ലവിങ്നെസ് എന്നതാണ് ആദ്യത്തത്. സ്നേഹാർദ്രമായ കുട്ടികളായി നമ്മൾ മാറണം എന്നതാണ്. എല്ലാവരെയും സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് രക്ഷിതാക്കളെ സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളെ പോലെ നമ്മൾ കാണുന്ന നമ്മുടെ ടീച്ചേഴ്സിനെ. ഈ ടീച്ചേഴ്സ് ആരാന്നറിയോ? നിങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്നവർ, നിങ്ങളെ വല്ലാണ്ട് സ്നേഹിക്കുന്നവരാണ്. ഈ ലോകത്തിൽ അത്ര വലിയൊരു പ്രൊഫഷൻ വേറെയില്ല. APJ അബ്ദുൽ കലാം അവസാനമായി പറഞ്ഞ വാക്കുണ്ട്, പ്രസിഡന്റ് എന്ന പേര് എഴുതണോ അതോ അധ്യാപകൻ എന്ന പേര് എഴുതണോ എന്ന് ചോദിക്കുമ്പോൾ അധ്യാപകനായിട്ട് മാത്രം എഴുതിയാൽ മതി എന്നാണ്. പ്രസിഡന്റിൻ്റെ മേലെയാണ് അധ്യാപകൻ എന്ന് തെളിയിച്ച ആളാണ് സത്യത്തിൽ അദ്ദേഹം. തോമസ് ജെഫേഴ്സൺ എന്ന് പറയുന്ന മഹാരഥനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, തോമസ് ജെഫേഴ്സൺ. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്നു. മരിക്കുന്ന സമയത്ത് അദ്ദേഹം വസിയത്ത് പോലെ എഴുതി കൊടുത്തത്, ഞാൻ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്നു എന്നെൻ്റെ ശവക്കല്ലറയിൽ എഴുതി വെക്കരുത്, വെർജീനിയ യൂണിവേഴ്സിറ്റിയുടെ ഒരു സാധാരണ മെമ്പറായിരുന്നു എന്ന് എഴുതി വെക്കണമെന്നാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയിൽ അമേരിക്കയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വെർജീനിയ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഹിയർ വാസ് ബറീഡ് മിസ്റ്റർ തോമസ് ജെഫേഴ്സൺ ഈസ് ദ ഫൗണ്ടർ ഓഫ് വെർജീനിയ യൂണിവേഴ്സിറ്റി എന്ന്. അതായിരിക്കണം നമ്മൾ ഓരോരുത്തരും വിദ്യാഭ്യാസത്തെ മാനസ്. അല്ലാതെ നമ്മൾ മുഖ്യമന്ത്രിയാകുന്നുവോ പ്രസിഡന്റ് ആകുന്നുവോ MP ആകുന്നുവോ എന്നതൊന്നുമല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷൻ ഏതാണെന്നറിയോ? ഡോക്ടർ അല്ല ആകുന്നവരായിക്കോളൂ, എഞ്ചിനീയർ അല്ല ആകുന്നവളായിക്കോളൂ, കലക്ടറുമല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കരിയർ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ റിഫോമറാണ്. സമൂഹത്തെ മാറ്റിമറിക്കുന്നവരാണ്. വായനയിലൂടെ, ചിന്തയിലൂടെ, പ്രഭാഷണത്തിലൂടെ, പ്രവർത്തനത്തിലൂടെ തൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് മാനവരാശിയെ മൊത്തത്തിൽ എടുത്തുയർത്തുന്നവരെയാണ് സോഷ്യൽ റിഫോമർ എന്ന് പറയുക. പ്രവാചകന്മാർ അതായിരുന്നു. ഇന്നി ബുഇസ്തു മുഅല്ലിമ എന്നാണ് പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഞാൻ അധ്യാപകനായിട്ടാണ് നിയുക്തമായിട്ടുള്ളത് എന്ന് ആചാര്യന്മാരതാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അധ്യാപകരതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ നവീകാരകന്മാരാണ്, നമ്മൾ ഇടപെടുന്ന ആളുകളാണ്. ടീച്ചേഴ്സിനോടൊരു ചെറിയ ഉപദേശമല്ല, ഒരു നിർദ്ദേശം പോലെ പറഞ്ഞുകൊള്ളട്ടെ, ഒരു കുട്ടിയെയും നമ്മൾ പുറത്താക്കരുത്. ഇതെൻ്റെ ഒരു ശാഠ്യമല്ല. കാരണം ഉറങ്ങുന്ന കുട്ടിയെ ജസ്റ്റ് ഒന്ന് നമുക്ക് വേണമെങ്കിൽ പുറത്താക്കാം, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ലോസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ നേരെ പോയിട്ടൊന്ന് തലോടിയിട്ട് എന്തേ മോനെ നീ ഉറങ്ങുന്നത് എന്ന് ചോദിക്കണം. ചിലപ്പോൾ അവൻ പറയും അവൻ്റെ ഉമ്മക്ക് ക്യാൻസർ തുടങ്ങിയ കാര്യം, വീട്ടിൽ പൈസ ഇല്ലാത്ത കാര്യം, പാവം അച്ഛൻ്റെ അല്ലെങ്കിൽ ഉപ്പയുടെ കത്തില്ലാത്ത കാര്യം, അല്ലെങ്കിൽ മെസ്സേജ് ഇല്ലാത്ത കാര്യം, ഉമ്മയും ഉപ്പയും വീട്ടിൽ ശണ്ട കൂടുന്നു എന്നുള്ള കാര്യം. ഇതൊക്കെ പറയാൻ അവർക്കൊരു കൗൺസിലറെ പോലെ ടീച്ചർ വേണം. മോനെ നീ കുറച്ച് നേരം കൂടി ഉറങ്ങിക്കോളൂ എന്ന് പറയുന്നവൻ്റെ പേരാണ് ഗുരുനാഥൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാനതൊരു ഫിലോസഫിയായിട്ട് പറയല്ല. അവനാണ് അധ്യാപകൻ, അവനായിരിക്കണം അധ്യാപകൻ. കുട്ടിയുടെ വേദനകൾ മനസ്സിലാക്കുന്നവനായിരിക്കണം അധ്യാപകൻ. അധ്യാപകർക്ക് എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ. ഞാനും 20 കൊല്ലം അധ്യാപനം നടത്തിയ ആളാണ്. മുതിർന്ന കുട്ടികളെ പഠിപ്പിക്കാനേ ഭാഗ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇമ്മാതിരി കുട്ടികളെ പഠിപ്പിക്കാൻ കിട്ടിയിട്ടില്ല. ഇങ്ങനത്തെ കുട്ടികളെ ഭയങ്കര ഇഷ്ടം. കാരണം ഇവരാണ് ഏറ്റവും ജൈജാൻറ്റിക് ഫിഗേഴ്സ്. മറ്റൊരു മോൾഡഡ് ആയിരിക്കും. ഇവരെന്ന് പറഞ്ഞാൽ എന്താ കഥ എന്നറിയും, ഭയങ്കര രസമല്ലേ അല്ലേ?
ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നതാണല്ലോ നമ്മളെ ഇടങ്ങറാക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇവരുടെ.